കർണാടകയിലെ മാണ്ടിയിൽ ഗണേശ വിഗ്രഹ നിമജ്ജന യാത്ര നടത്തി. ഈ സമയത്ത് ഈ യാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. സമീപത്തെ ഒരു മോസ്കിൽ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ ബന്ദിന് സമാനമായ സ്ഥിതിഗതികളാണെന്നാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നു സാർ അവിടെ സംഭവിച്ചത്? അവിടെ നാളെയും ബന്ദ് എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഞായറാഴ്ച രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഞായറാഴ്ച രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് ഈ മാണ്ഡ്യയിലെ മധൂർ എന്ന് പറയുന്ന ഈ സ്ഥലം 85 കിലോമീറ്ററാണ് ഈ ബംഗളൂരു നഗരത്തിൽ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ അവിടെ ഇവർ ഘോഷയാത്ര നടത്തുക, സാധാരണ പോലെ ഘോഷയാത്ര നടത്തുന്നു. അങ്ങനെ ഇവർ ഈ കെമ്മനു നള സർക്കിൾ എന്ന് പറഞ്ഞ നഗരത്തിലെ ഭാഗത്തെത്തിയപ്പോൾ അവിടുത്തെ മോസ്കിൽ നിന്നാണ് ഇതിന് നേരെ ഈ യാത്രയ്ക്ക് നേരെ ഗണേശ വിഗ്രഹ നിമജ്ജന യാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായത്. അതായത് മോസ്കിൻ്റെ ഡയറക്ഷനിൽ നിന്നാണ്, അതായത് മുൻകൂട്ടി തീരുമാനിച്ച ആസൂത്രണം ചെയ്ത പ്രകാരമാണെന്ന് ഈ ഓരോ ജില്ലയും മന്ത്രിമാർക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ജില്ലയുടെ മന്ത്രി എൻ ചെലുവരായ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഈ കല്ലേറ്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നതാണ് എന്ന് ആ ജില്ല പരിചരിക്കുന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 13 പേർക്ക് പരിക്ക് പറ്റിയതായിട്ട് ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. 50ഓളം പേർക്ക് പരിക്ക് ഉണ്ടെന്ന് വേറെ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതേ സമയം ഷിമോഗ അവിടെ ഇങ്ങനൊരു ഗണേശ വിഗ്രഹ നിമജ്ജന യാത്ര നടക്കുമ്പോൾ ഗണേശ വിഗ്രഹത്തിന് നേരെ 2 മുസ്ലിം യുവാക്കൾ കാറി തുപ്പി എന്നൊരു റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോസ്കിൻ്റെ അടുത്ത് മറ്റേ ശിവമൊഗ്ഗയിലെ കഥ അങ്ങനെ തുപ്പിയത്, മാണ്ഡ്യയിലെ ഈ മധൂറിൽ ഒരു വശത്തു നിന്ന് കല്ലേറുണ്ടായപ്പോൾ മറ്റു വശത്തു നിന്നും കല്ലേറുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗണേശ വിഗ്രഹത്തിനെയും ആക്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പോലീസ് വന്നു, 21 പേരെ അറസ്റ്റ് ചെയ്തു. അവിടെ 144 നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഹിന്ദു സംഘടനകൾ അവിടെ പ്രതിഷേധമൊക്കെ നടത്തി. പ്രതിഷേധത്തിന് നേരെ ലാത്തിചാർജ് നടന്നു. സ്ത്രീകളും പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഉഗ്ര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഹിന്ദു സംഘടനകൾ പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. പോലീസിനോട് ആ മോസ്ക് നിൽക്കുന്ന കെമ്മനു നള സർക്കിൾ ഉണ്ടല്ലോ, അതുവഴി തന്നെ പോകാൻ അനുമതി വേണം എന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു. പോലീസ് അതിന് അനുവദിച്ചില്ല, ആ വഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി പരമേശ്വര ഇത് വലിയ ഗൗരവമില്ലാത്ത മട്ടിൽ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒരു ചെറിയ സംഭവമാണ്, 154 പ്രഖ്യാപിച്ചിട്ടുണ്ട്, 1-2 വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിവമൊഗ്ഗയിലെ ഗണേശ വിഗ്രഹത്തിന് നേരെ തുപ്പിയത് ചെറിയ സംഭവമാണ്. പിന്നെ ഒരു കത്തിക്കുത്ത് എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്ന് പരമേശ്വര പറഞ്ഞു. അപ്പോൾ മാണ്ഡ്യയിൽ കഴിഞ്ഞ കൊല്ലവും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നാഗമംഗലയിൽ ആണ് നടന്നത്. അന്നും കല്ലേറുണ്ടായിരുന്നു, കടകൾ കത്തിച്ചു, ഹിന്ദുക്കളുടെ വാഹനങ്ങൾ കത്തിച്ചു. 144 പ്രഖ്യാപിച്ചു. 50 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇത് ആവർത്തിക്കുകയാണ്, തുടർച്ചയായി നടക്കുകയാണ്. അപ്പം മനഃപൂർവ്വമാണല്ലോ, അങ്ങനത്തെ ഒരു മേഖലയാണ്. അപ്പോൾ അതിന് വേണ്ട മുൻകരുതലുകളൊന്നും സർക്കാർ എടുത്തിരുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ശിവമൊഗ്ഗയിൽ സാഗർ നഗറിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ജയ് ഭുവനേശ്വർ യുവസംഘം ആണ് ഈ നിമജ്ജന ഘോഷയാത്ര നടത്തിയിരുന്നത്. അത് ജന്നത്ത് നഗറിലെത്തിയപ്പോഴാണ് 2 മുസ്ലിം യുവാക്കൾ വന്ന് ഗണേശ വിഗ്രഹത്തിന് നേരെ തുപ്പിയത്. ജന്നത്ത് നഗർ, ആ പേര് തന്നെ അല്ലേ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടയറുകൾ കത്തിച്ചിട്ടുണ്ട് മാണ്ഡ്യയിൽ. പിന്നീട് ഈ പ്രതിഷേധക്കാർ പിന്നെ മധൂറിൽ ബന്ദ് നടക്കുകയാണ്. തിങ്കളാഴ്ച ബന്ദ്, നാളെയും ബന്ദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
മധൂർ ടൗൺ ഹോസ്പിറ്റലിലാണ് 8 പേരെ പ്രവേശിപ്പിച്ചത്. ഹോം ഗാർഡ്സ്, പോലീസ്, വനിതാ പോലീസ് ഇവർക്കും പരിക്ക് പറ്റിയതായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ച വരെ റാലിയൊന്നും പാടില്ല എന്ന് വിലക്കുണ്ട്. 1000 പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വീണ്ടും ഒരു നിമജ്ജന യാത്ര അവിടെ നടത്താൻ പോകുന്നുണ്ട് ഹിന്ദു സംഘടനകൾ. എന്നാൽ ഇതൊന്ന് കാണണമല്ലോ. അപ്പോൾ ബുധനാഴ്ച നാളെ വേറൊരു നിമജ്ജന യാത്ര നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ച്, പ്രതിഷേധ മാർച്ച് തിങ്കളാഴ്ച, അത് ഉഗ്ര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു മാർച്ച് നടത്തിയത് ഹിന്ദു സംഘടനകൾ. നരസിംഹ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വീര്യം ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വിവരം ഇന്നലെ ചർച്ച ചെയ്യാതിരുന്നതാണ്. പക്ഷേ അന്തരീക്ഷം ശാന്തമല്ല. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം നടന്നതാണ്. കോൺഗ്രസ് സർക്കാരാണ്. എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. കഴിഞ്ഞ വർഷം സംഭവിച്ചാണ് ആ മോസ്കിന്റെ മുമ്പിൽ ഒരു കാവലിട്ടാ പോരെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ബാങ്ക് കോൺഗ്രസിന് ലക്ഷ്യമാണല്ലോ. അതെ. അപ്പോൾ ആർ അശോക് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, BJP നേതാവ്, ഹിന്ദുക്കൾക്ക് അവിടെ ഇപ്പോൾ മതസ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഈ കർണാടക ഒരു മിനി പാകിസ്ഥാനായി മാറിയിരിക്കുന്നു എന്ന് ആർ അശോക മറ്റ് BJP നേതാക്കളുമൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർണാടകയിൽ വലിയ മുസ്ലിം പ്രീണനം നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അല്ലേ. അവിടെ ബജറ്റിൽ ഈ മറ്റേ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സഹായം കൊടുക്കുക, ഹജ്ജ് ഭവന് അല്ലേ, മംഗലാപുരത്ത് അങ്ങനെ സഹായം, ഹിന്ദു ക്ഷേത്രങ്ങൾ നികുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ കഴിഞ്ഞ ബജറ്റിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. 1 കോടിയിൽ കൂടുതൽ വരുമാനമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ നികുതി കൊടുക്കണം അതിൽ നിന്ന് എന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെ ഈ ബോർഡുണ്ടല്ലോ, ഭരണസമിതി, അതിൽ മറ്റേ അഹിന്ദുക്കളും അംഗങ്ങളായിട്ട് വരണം എന്നൊക്കെ അവിടെ ഭേദഗതിയൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഒരു ബംഗാൾ പോലെയൊക്കെ പരിണമിക്കുകയാണ് കർണാടകയിൽ. കാരണം ആകെ കിട്ടുന്ന വോട്ട് ഇപ്പോൾ ബീഹാറിൽ കണ്ടില്ലേ, മുസ്ലിം മേഖലകളിൽ കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര. അപ്പോൾ ഇനി മഹാദേവ്പുരയെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, മഹാദേവ്പുരയിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും PC മോഹൻ എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് 8 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു, മഹാദേവ്പുരയിൽ മാത്രം ഉള്ള ഭൂരിപക്ഷം കൊണ്ട് BJP ജയിച്ചു എന്നാണ്. അങ്ങനെയല്ല, അത് 4-4 മാത്രമല്ല, മഹാദേവ്പുരയിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും PC മോഹനെതിരെ കോൺഗ്രസ് നിർത്തിയത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ഒരേ സ്ഥാനാർത്ഥിയായിരുന്നു 2 തവണ. ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയില്ല. മുസ്ലിം സ്ഥാനാർത്ഥി അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവും അല്ലേ. ഹിന്ദു ഭൂരിപക്ഷമാണ് മഹാദേവ്പുരയിൽ. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികൾ വന്ന് താമസിക്കുന്നതാണ്. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള വലിയ ഹോളുകൾ അല്ലേ, ഡോർമിറ്ററി പോലെ നടത്തുന്ന 35 കെട്ടിടം അവിടെ ജയറാം റെഡ്ഡിക്ക് ഉണ്ട്. അയാൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ കെട്ടിടങ്ങളിലാണ് 70 വോട്ടർമാരും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് 2 പേരൊക്കെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ കുടിയേറ്റ തൊഴിലാളികൾ വേറെ സ്ഥലത്തേക്ക് പോകുമല്ലോ ജോലിയുമായിട്ട്. പിന്നെ ഒരു ബ്രൂവറി ഇല്ലേ, ഡിസ്റ്റിലറി ഉണ്ടായിരുന്നു, അവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇങ്ങനെ പർവ്വതീകരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതൊക്കെ മറ്റേ റായ്ബറേലിയിലും വിലാസം പൂജ്യമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സർക്കാരാണ് ശ്രമങ്ങൾ നടത്തേണ്ടത്. മനഃപൂർവ്വമായി സർക്കാർ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണണ്ടേ. ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ദുർഗാ യാത്രകളില്ലേ, ദുർഗാപൂജയുടെ ബംഗാളിൽ നടന്ന ഈ ദുർഗാപൂജയിലെ ആ സന്ദേശ് ഖാലിയിലെ ആ ഷെയ്ഖില്ലേ, മറ്റേ പട്ടികജാതി വർഗക്കാർക്ക് എതിരെ നീങ്ങിയിരുന്ന ആ ഷാജഹാൻ ഷെയ്ഖോ, അയാൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക്
കാലെടുത്ത് വെച്ചത്. ദുർഗാപൂജയെ 500 പേര് വരുന്ന ഒരു സംഘവുമായിട്ട് ആക്രമിച്ചതിനെ തുടർന്നാണ്. അങ്ങനെ അയാൾക്ക് ഇമേജ് വർദ്ധിച്ചു എന്ന രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം. അതെ, രംഗപ്രവേശം ചെയ്തത്. കാരണം തൃണമൂലിന് തന്നെ ഒരു NRI സെല്ലുണ്ട്. ആ NRI സെല്ലിൽ ഇത്തരം ആളുകളാണുള്ളത്. ഇവരൊക്കെ ഇവരുടെ മേഖലകളൊന്നും ദീദിയുടെ കയ്യിലൊന്നുമല്ല. ഇത്തരം ആളുകളാണ് ഭരിക്കുന്നത്. അവിടെ ദുർഗാപൂജയ്ക്കെതിരെ വളരെ സ്വതന്ത്രമായിട്ട് ഈ മമതാ ബാനർജിയുടെ കാലത്ത് പല സ്ഥലത്തും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. സന്ദേശ് ഗാലിയിലും നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളുടെ കടകൾ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊരു ട്രെൻഡായിട്ട് ഇത് മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് കൂടെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇതൊരു തന്ത്രമായിട്ട്, അല്ലേ? ഹനുമാൻ ചാലീസ പാട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇല്ലേ പ്രശ്നം ഉണ്ടാക്കി. കടയ്ക്ക് നേരെ ആക്രമണമൊക്കെ നടന്നില്ലേ കർണാടകയില്. കർണാടകയിലെ ഏതൊരു സ്ഥലം മിനി പാകിസ്ഥാനോ എന്നൊരു ജഡ്ജി തന്നെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ കർണാടക ഇങ്ങനെ ഒരു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനി പാകിസ്ഥാനായ കർണാടകയിൽ നടന്ന സംഭവമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. ഗണേശ വിഗ്രഹത്തിന്റെ നേരെ തുപ്പിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.